ആകാശപ്രേമികൾക്ക് ഈ മെയ് മാസം ആഘോഷങ്ങളുടെ മാസമാണ്. ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചേർന്നൊരുക്കുന്ന അപൂർവമായ ഒരു ദൃശ്യവിരുന്നിനാണ് ഇനി സംഭവിക്കാനായി പോകുന്നത്. ഈ പ്രതിഭാസം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ചക്രഗതികളുടെ കൗതുകകരമായ ഒത്തുചേരൽ കൂടിയാണ്. ആകാശക്കാഴ്ചകൾ എപ്പോഴും വിസ്മയമുണർത്തുന്ന ഒന്നാണ്. ഓരോ കാഴ്ചകളും എപ്പോഴും മനോഹരവുമാണ്. ആകാശ നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. 2026 മെയ് മാസം ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും ഇവർക്ക് സമ്മാനിക്കുക. ഒരു കലണ്ടർ മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രന്മാർ ആകാശത്ത് ഉദിച്ചുയരുന്ന അപൂർവ നിമിഷമാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് ചന്ദ്രന്റെ വെള്ളിപ്രഭ ആസ്വദിക്കാനിരിക്കുന്നവർക്ക് ഇത് വലിയൊരു വിരുന്ന് തന്നെയാണ് സമ്മാനിക്കാനൊരുങ്ങുന്നത്. ഈ പ്രതിഭാസം വെറുമൊരു കാഴ്ചയല്ല എന്ന് ഓർക്കണം. ഇത് പ്രപഞ്ചത്തിലെ ചക്രഗതികളുടെ കൗതുകകരമായ ഒത്തുചേരൽ കൂടിയാണ്. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ വിരുന്നു എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഫ്ലവർ മൂൺ അഥവാ പുഷ്പചന്ദ്രൻ എന്നാണ് ഇതിനെ വിളിക്കുക. വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വരെ ചന്ദ്രൻ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടെ കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന ചന്ദ്രൻ അർദ്ധരാത്രിയോടെ ആകാശത്തിലെത്തി ശനിയാഴ്ച പുലർച്ചെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറിയുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് ഏകദേശം 2,49,180 മൈൽ അകലെയായിരിക്കും ഈ സമയത്ത് ചന്ദ്രന്റെ സ്ഥാനമുണ്ടാകുക. മെയ് മാസത്തിൽ കാണുന്ന ഈ ചന്ദ്രൻ ഒരു മൈക്രോമൂൺ കൂടിയാണെന്നത് ശ്രദ്ധേയമാണ്. അതായത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കും അപ്പോഴുണ്ടാവുക. അങ്ങനെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം കൂടിയാണിത്. സാധാരണ ദൂരത്തേക്കാൾ ഏകദേശം 10,000 മൈൽ അധികമാണ് ചന്ദ്രനുണ്ടാകുക. കൂടാതെ വരാനിരിക്കുന്ന 3 മൈക്രോമൂണുകളുടെ ഒരു പരമ്പരയിലെ ആദ്യത്തേതുകൂടിയാണിത്. കൂടാതെ മെയ് 31 പുലർച്ചെ ആകാശത്ത് വീണ്ടും ഒരു പൂർണ്ണചന്ദ്രൻ കൂടി ഉദിക്കും. ഒരു മാസത്തിലെ 2ാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് നമ്മൾ ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ എന്ന് വിളിക്കുന്നത്. കലണ്ടർ മാസത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് 19 വർഷത്തിനിടയിൽ വെറും 7 തവണ മാത്രമാണ്. പേര് നീലചന്ദ്രനാണെങ്കിലും ചന്ദ്രന് യഥാർത്ഥത്തിൽ നീല നിറം ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന അർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗത്തിൽ നിന്നാണ് ഈ പേരുണ്ടാകുന്നത്. നഗരത്തിലെ തെരുവ് വിളക്കുകൾ, വലിയ കെട്ടിടങ്ങൾ, ഉയരമുള്ള മരങ്ങൾ എന്നിവ ഇല്ലാത്ത ഒരു പ്രദേശം തെരഞ്ഞെടുത്ത് കാണുന്നതായിരിക്കും നല്ലത്. സൂര്യാസ്തമയത്തിന് തൊട്ടു പിന്നാലെ ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കാണാൻ അല്പം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ മാസത്തെ 2 പൂർണ്ണചന്ദ്രന്മാർക്ക് ശേഷം വരും മാസങ്ങളിൽ വിവിധ പേരുകളുള്ള ചന്ദ്രന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. 2026 ബാക്കി മാസങ്ങളിലും ആകാശം നമുക്കായി ഒട്ടേറെ സർപ്രൈസുകളാണ് കരുതി വെച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.